എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2-3 റിയാക്ഷൻ വീഡിയോ ഇതിനകം വെച്ച് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരാളെ മാത്രം ചുറ്റിപ്പറ്റിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാളെ അല്ല, 2 ആളെ ചുറ്റിപ്പറ്റിയായിരുന്നു ഒരു 4-5 റിയാക്ഷൻ വീഡിയോ ചെയ്തത്. പക്ഷേ ഇപ്പോൾ മറ്റൊരാളെ കുറിച്ചിട്ടാണ്. ആളിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആളിൻ്റെ പേരോ ചാനലോ ഒന്നും ഞാൻ പറയില്ല. കാരണം ചാനൽ നെയിമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് എന്തിനാണ് നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുന്നത്, എന്തിനാണ് റീച്ച് കൂട്ടി കൊടുക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല. കാരണം ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് മറ്റാരുമല്ല തന്നത്. ഈ ഒരു വീഡിയോ എനിക്ക് ഇട്ട് തന്നതെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയും അയൽക്കാരിയുമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എനിക്ക് തന്നത്. എന്നോട് പറഞ്ഞത്, എടി പെണ്ണെ, നീ റിയാക്ട് ചെയ്യുന്നെങ്കിൽ ഇതുപോലുള്ള വീഡിയോയ്ക്കൊക്കെ റിയാക്ട് ചെയ്യൂ എന്നും പറഞ്ഞിട്ട് അവൾ തന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴുണ്ടല്ലോ, വളരെയധികം എന്താണ് പറയാൻ എനിക്ക് കഴിയുന്നില്ല. അത്രയ്ക്കൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ പറയാനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ചധികം ആയിപ്പോവും. കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണല്ലോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും എല്ലാവരും കേൾക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ മാത്രമല്ലല്ലോ, ഈ ലോകം മുഴുവൻ കേൾക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ പറയാവുന്ന വാക്കുകൾക്കൊക്കെ പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും എനിക്ക് നല്ല പ്രയാസമുണ്ട് എന്ത് പറയണമെന്ന് അറിയാഞ്ഞിട്ട്. എന്തൊക്കെ പറഞ്ഞാലും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും മനുഷ്യൻ അധപ്പതിക്കുമല്ലോ എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മളിപ്പോൾ മെമ്പർഷിപ്പ് ലൈവൊക്കെ കാണുന്നുണ്ട്. മെമ്പർഷിപ്പ് ലൈവിൽ കൂടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് പലരും പലതും കാണിക്കുന്നുണ്ട്. പല ഗോഷ്ഠികളും കോപ്രായങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളെന്ന് പറഞ്ഞാൽ കൂടുതലായും ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് മുഴുവനും അമ്മച്ചിമാർ തന്നെയാണ്. കാര്യം അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ് അവരുടെ വിചാരം. പക്ഷേ നല്ല നല്ല വീഡിയോകൾ ഒരുപാട് ചെയ്യാം. കുക്കിംഗ് വീഡിയോ ചെയ്യാം, വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യണ്ട. കാരണം ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ചിലപ്പോൾ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അങ്ങനെ അല്ലാതെ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിലും ചെയ്യാൻ പറ്റും. തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോവാം, ഹിന്ദുക്കളാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോവാം. അതുപോലെ തന്നെ തൊടികളും പറമ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ എന്ത് വേണമെങ്കിലും മാന്യമായ രീതിയിൽ കണ്ടൻ്റ് ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ പലരും അതിന് ശ്രമിക്കുന്നില്ല. അതൊക്കെ ആകുമ്പോൾ വ്യൂസ് വരാനായിട്ട് സമയമെടുക്കും, വെയിറ്റ് ചെയ്യേണ്ടി വരും, സബ്സ്ക്രൈബർ കൂടാനും വളരെ താമസമാണ്. അപ്പോൾ അതിനുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്യുന്നത്. പല സ്ത്രീകളും ബ്രസ്റ്റും അതുപോലെ ഹിപ്പും അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ശരിക്കും അത് എന്ത് മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്ന് ഇവർക്ക് എന്താണ് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെ കാഴ്ചപ്പാടിൽ പണം മാത്രമാണ് മുഖ്യം, ബാക്കിയൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൈസ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. മാനം കെട്ട് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മാനക്കേട് പണം നോക്കിക്കോളും എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയാണ് ഈ പെണ്ണുങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. കക്ഷം കാണിപ്പ്, അതുപോലെ നാഫിച്ചുഴി കാണിപ്പ്. എന്നാൽ രോമം കാണിച്ച് പൈസ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും നെറ്റിച്ചൊളിക്കും. അയ്യേ, അതെന്താണ്, അങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്ന്. ശരിയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതിനാണ് ഈ ഒരു വീഡിയോ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ചെറിയ മക്കളാരും ഫോൺ എടുത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള അലവലാദികൾ ഒരുപാട് നിറഞ്ഞാടുന്നുണ്ട് യൂട്യൂബിനകത്ത് വന്നിട്ട്. പണ്ടൊന്നും യൂട്യൂബിൽ ഇതുപോലെയുള്ള വൃത്തികേടുകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അത് കൂടിക്കൂടി വരികയാണ്. എന്നാൽ നിങ്ങൾ കുറേ പേര് ചോദിക്കും, എടോ താൻ ഈ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ അലക്കുമ്പോൾ അത് മറ്റുള്ളവർ കാണത്തില്ലേ എന്ന് ചോദിക്കും. ഇതിപ്പോൾ ഞാനിട്ട് അലക്കിയാലും ഇല്ലെങ്കിലും മറ്റുള്ളവർ കാണും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല റീച്ചുള്ള ചാനൽ തന്നെയാണ്. മനസ്സിലായില്ലേ? അല്ലാതെ വ്യൂസൊന്നും വരാത്ത ചാനലൊന്നും അല്ല. സബ്സ്ക്രൈബറൊക്കെ എന്ന് പറഞ്ഞാൽ മില്യനാണ് ഇവർക്കൊക്കെ ഉള്ളത്. പിന്നെ ഞാനായിട്ട് ചാനലിൻ്റെ പേരോ അതുപോലെ തന്നെ ആളിൻ്റെ പേരോ ഒന്നും ഞാനായിട്ട് ഇതിനകത്ത് കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതിനൊക്കെ കെട്ടേണ്ടത് നല്ല അടി കിട്ടാത്തതിൻ്റെ സകല എതക്കേടും ഉണ്ട്. കുടുംബത്തിൽ ആൺകുട്ടികളാരും ഇല്ലേ എന്തോ ഇതിനെയൊക്കെ അടിച്ചൊതുക്കാനായിട്ട്. മണപ്പോളൊക്കെ അടിച്ച് പറ്റിച്ചു കൊടുക്കണം. ഇതുപോലെയൊക്കെ ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോഴുണ്ടല്ലോ അടിച്ചൊതുക്കണം കുടുംബത്ത് ആൺപിള്ളേരുണ്ടെങ്കിൽ. എന്നാൽ കുറേ പേരൊക്കെ വന്ന് നിന്ന് കരയും. ഈ സ്ത്രീ എന്താണ് പറയുന്നത്, കുടുംബത്തുള്ള ആൺകുട്ടികൾ പെൺകുട്ടികളെ ഉപദ്രവിക്കണം എന്നാണോ ഇവർ പറയുന്നത്?
എങ്കിൽ ഇവരുടെ പേരിൽ കേസ് കൊടുക്കാം, ഇവർ കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നു, ഇവർ തീവ്രവാദിയാണ്, ഇവർ കുടുംബത്തിലെ മനസ്സമാധാനം കളയുന്ന തീവ്രവാദി എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ആളുകളൊക്കെ ഇവിടെ വരാം. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇത്രയും അധപ്പതിച്ച് പോകാൻ പാടുണ്ടോ സ്ത്രീകൾ? പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്തൊക്കെ കോപ്രായങ്ങളാണ് ഈ കൊച്ചിക്ക് കാണിക്കുന്നത് വന്ന് നിന്നിട്ട്. പക്ഷേ ഇവരുടെ ചാനലിൽ ഞാൻ കയറി നോക്കിയപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന വീഡിയോ മൊത്തം ഇതാണ്. ഇവരൊക്കെ ഈ രോമം കാണിക്കുക. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അത് പറയാൻ തന്നെ ചമ്മലാവുന്നുണ്ട്. അതാണ് അവരുടെ മെയിൻ. അവർ ഇങ്ങനെ ഈ ടൈപ്പിലുള്ള വീഡിയോകൾ മാത്രമാണ് ഇവർ കാണിക്കുന്നത് കേട്ടോ. വേറെ ഒരു ടൈപ്പ് വീഡിയോ അല്ല. ഇവർ വീഡിയോകളെല്ലാം ഏതാണ്ട് ഒരുപോലത്തതാണ്. എനിക്ക് അത്ഭുതം തോന്നുകയാണ്, എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കാൻ ഇവർക്ക് എങ്ങനെ പറ്റുന്നു അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കെതിരെ പ്രതികരിക്കണം. നമ്മൾ പ്രതികരിച്ചിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല. കാരണം മില്യൺ കണക്കിന് സബ്സ്ക്രൈബറുള്ള ആളുകളെ പറ്റിയൊക്കെ നമ്മൾ പ്രതികരിച്ചിട്ട് എന്താക്കാനാണ്? എന്നാലും പ്രതികരണശേഷി ഇല്ലാത്തൊരു സമൂഹം ആകരുതല്ലോ. അതുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. കുറേ പേര് വന്നിട്ട് പറയും, നീ അവളുടെ വീഡിയോ കാണിച്ചിട്ട് നിനക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന്. ഞാൻ ഉണ്ടാക്കിയ പണം മൊത്തം എൻ്റെ വീട്ടിൽ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. കുറേ എടുത്ത് ഇനി കുഴിച്ചിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കാരണം ഒരു നല്ല പ്ലാസ്റ്റിക് കീസിലൊക്കെ പൊതിഞ്ഞ് നല്ലൊരു തകര പെട്ടിയൊക്കെ മേടിച്ചിട്ട് കുഴിച്ചിടാമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടിരിക്കുകയാണ്. കാരണം പൈസ കൊണ്ടുവയ്ക്കാൻ സ്ഥലമില്ല കേട്ടോ. അമ്മാതിരി പണമുണ്ട് എൻ്റെ കൈവശം, പറയാണ്ട് വയ്യ. അമ്മാതിരി പണമുണ്ട്. വീടെപ്പോഴാണ് തലയിൽ കൂടെ ഇടിഞ്ഞ് വീഴുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. എന്നിട്ടും ആളുകൾ പറയുന്നത്, ഉത്തര നീ ഇത് കാണിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നും പറഞ്ഞിട്ടൊക്കെയാണ് പലരും വീഡിയോ ചെയ്യുന്നത്. എന്താ പറയുന്നവർ പറയട്ടെ, എന്ത് വേണേലും പറയട്ടെ. എന്തായാലും ഞാൻ മാന്യമായ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ കാണുന്ന ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ എനിക്ക് പ്രതികരിക്കാൻ പറ്റും. കാരണം ഞാൻ നല്ലൊരു സ്ത്രീയാണെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ കാണിക്കുന്ന വീഡിയോയ്ക്കെതിരെ എനിക്ക് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് 100% നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, ഞാൻ വളരെ മാന്യമായിട്ടാണ് ജീവിക്കുന്നതെന്ന്. പൈസയ്ക്ക് മാത്രമേ നമുക്കൊക്കെ ബുദ്ധിമുട്ടുള്ളൂ, അല്ലാതെ അഭിമാനത്തിനും ആത്മാഭിമാനത്തിനൊന്നും ഒരു കുറവുമില്ല. അത് നമ്മുടെ അയൽക്കാർക്കൊക്കെ അറിയാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ. എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ എങ്ങനെയെങ്കിലും ആ സ്ത്രീ കൂടി കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാലും ആ സ്ത്രീ എങ്ങാനും കാണുന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, ഇത്രയും മാനം കെട്ട് ജീവിക്കരുതടേ. ഇങ്ങനെ ജീവിക്കുന്നത് ഭേദം എന്തെങ്കിലും കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത് തന്നെയാണ്. പൈസ ഇല്ലാഞ്ഞിട്ടോ ജീവിക്കാനുള്ള നിവൃത്തി ഇല്ലാഞ്ഞിട്ടോ ആണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതെങ്കിൽ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് നേടാനാണ്? അതിനേക്കാൾ ഭേദം നിങ്ങൾക്കങ്ങ് മരിച്ചു കളഞ്ഞൂടെ? അതായിരിക്കും നല്ലത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി ഞാൻ പറയുന്ന കേട്ടിട്ട് നീ ചാവാനൊന്നും നിൽക്കണ്ട. അങ്ങനെ നടക്കില്ലെന്നറിയാം. ഇനി നാളൊരു സമയം ഇവൾ നടന്നു പോകുന്ന വഴിക്ക് കാല് തെറ്റി വീണ് ചത്താലും ഞാൻ പറഞ്ഞിട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയും. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു അമ്മച്ചി പറഞ്ഞു നീ പോയി ചാവാൻ, അതുകൊണ്ട് അവൾ പോയി ചത്തു എന്ന് പറയും. അവൾക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസായിട്ട് അവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അത് ചിലപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് പറയും, ദേ ഇന്നതുപോലെ ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കേട്ടിട്ട് അവൾ ചെയ്തതാണ് എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു പോക്ക്. എന്താ ചെയ്യുക അല്ലേ? അത്രയ്ക്ക് വിഷമമുണ്ടോ? കാരണം ഇങ്ങനെ സ്ത്രീകൾക്ക് മാനക്കേടുണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോഴത്തേക്ക്. ഇതുപോലെ കുറേ ആളുകളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, നെഞ്ചിൽ കൈവച്ച് പറയുകയാണ്, കൊടുങ്ങല്ലൂർ അമ്മയെ സാക്ഷി നിർത്തി പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ പാടില്ലാത്ത കണക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരവസരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആത്മഹത്യ ചെയ്യും. ഇങ്ങനെയൊക്കെ മാനം വിട്ട് ജീവിക്കേണ്ടി വരികയാണെങ്കിൽ. ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ട്, മക്കളെ മാനക്കേടായിട്ട് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണ് എന്ന്. ഞാൻ എൻ്റെ 2 മക്കളുണ്ട്, എനിക്ക് മോനും ഉണ്ട് മോളും ഉണ്ട്. 19 വയസ്സായ മോളുണ്ട്, 18 വയസ്സാവാറായ ഒരു മകനുണ്ട്. എൻ്റെ 2 മക്കളോട് ഞാൻ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ഒരു ദിവസത്തേക്കാണെങ്കിലും ഒരു നേരമാണെങ്കിലും ഒരു സെക്കൻഡിലാണെങ്കിലും ജീവിക്കുന്നെങ്കിൽ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കണം. അതിന് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നെഞ്ചിൽ കൈവച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ആ ഒരു പെൺകുട്ടിയോടൊന്നല്ല, എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് മാനത്തെ നിലനിർത്തി സമൂഹത്തിന് മുന്നിൽ മാനം കെട്ട് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണ്.
അതായിരിക്കും നല്ലത്. എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാനായിട്ടും മറ്റ് ഇനി വരുന്ന തലമുറകളെ കൂടി വഴിതെറ്റിക്കാനായിട്ടും ഇങ്ങനെ ഒരു ജന്മം എന്തിനു വേണ്ടിയിട്ട്? ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ആളാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരാനന്ദം, അത്രയേ ഉള്ളൂ. ഒരു തരം മനോരോഗമാണെന്ന് തോന്നുന്നു ഇതൊക്കെ. എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇനി താൻ ചാവുകയൊന്നും ചെയ്യരുത്. ഇനി തൻ്റെ ആയുസിന് വേണ്ടിയിട്ട് ഇനി 3 നേരവും ഞാൻ പ്രാർത്ഥിക്കണമല്ലോ ദൈവമേ. ഇനി ഇവളെങ്ങാനും ചത്തു പോവുകയാണെങ്കിൽ ഇനി ആളുകൾ ഇനി ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയുമോ എന്തോ. പേടിക്കാതെ ജീവിക്കാനാവില്ലല്ലോ, കാരണം 2 കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്, 2 വയസ്സായ അച്ഛനും അമ്മയുണ്ട്. എന്തായാലും ഇനിയുള്ള എൻ്റെ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഈ പെണ്ണിൻ്റെ ആത്മാവല്ല, ഈ പെണ്ണിൻ്റെ ആയുസിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. എന്താ ചെയ്യുക? അപ്പോൾ എന്തായാലും ഈ റിയാക്ഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. തെറി വിളിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ, സഹോദരന്മാരൊക്കെ വിളിച്ചോളൂ. മറുപടി പറയാനും അവിടെയും റിയാക്റ്റ് ചെയ്യാനും ഒക്കെ ഞാനും റെഡിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരാം.